ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഭാരമെന്നെ ജീവിക്കുവാൻ എൻ ഭാരമെല്ലാം ചുമന്നവനേ, ഭാരമെന്നെ ജീവിക്കുവാൻ എൻ ഭാരമെല്ലാം ചുമന്നവനേ, ആശ്രയം നീ മാത്രമേ, ആശയൻ പ്രകാശമേ, ആശിഷം നിൻ കാരുണ്യമേ. ആശ്രയം നീ മാത്രമേ, ആശയൻ പ്രകാശമേ, ആശിഷം നിൻ കാരുണ്യമേ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒരു പകൽക്കാലം കൂടെ നിങ്ങളുടെ പാരിപ്പാനും കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തെ കർത്താവ് നീയോടെ സ്തുതിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ വീഡിയോ കാണാൻ നിൽക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും അതിനെ അറിയിക്കുകയാണ്. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാം സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. രാത്രികാലം നമ്മൾ വിട്ടുപോയി അനുഗ്രഹിക്കപ്പെട്ടതിന് നമ്മൾ കർത്താവ് ഇരിക്കുകയാണ്. കർത്താവ് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ അതിപരിശുദ്ധമ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമുക്ക് വചനം ധ്യാനിക്കാം. ഈ വചനം നമ്മളെ കർത്താവിനോട് പരിശുദ്ധാത്മാവിനെ ശക്തീകരിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. 55 സങ്കീർത്തനം, Psalms 55:22, 22 വാക്യം. ഹല്ലേലൂയ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. കാസ്റ്റ് ഓൾ യുവർ ബർഡൻസ് ടു വൺ ഹു കെയർസ് ഫോർ യു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം. നമ്മൾക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വചനമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാലും ഈ വചനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മളെല്ലാവരും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം കടന്നു വരുമ്പോൾ പ്രതികൂലം നമ്മൾ തന്നെ കൊണ്ട് നടക്കും. ഹല്ലേലൂയ. അതാണ് ഞാനും നിങ്ങളും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. എല്ലാം നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടെങ്കിലും വചനത്തിൽ നിൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുമെന്ന് പറഞ്ഞാൽ നമ്മൾ 98% ആ ഭാരം നമ്മൾ തന്നെ ചുമക്കും. 2% ദൈവത്തിലേക്ക് കൊടുക്കും. എന്നിട്ട് പറയും ദൈവം പ്രവർത്തിക്കുന്നില്ല, എൻ്റെ വിഷയത്തിന് മറുപടി ലഭിച്ചില്ല. അങ്ങനെ ഓരോന്നും നമ്മൾ പറയും. നമ്മൾ വളരെ വ്യാകുലതരായിത്തീരും. നമ്മളെ സമാധാനം നഷ്ടപ്പെടും, ഉറക്കമില്ലായ്മകൾ വരും. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ എത്ര പേര് 100% പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിലേക്ക് കൊടുക്കാറുണ്ട്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കൊടുക്കാറില്ല എന്ന് പൂർണ്ണമായിട്ട് സമ്മതിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയണേ, നിൻ്റെ എല്ലാ ഭാരവും യഹോവയിൽ വെച്ചോ, ഞാൻ നിന്നെ പുലർത്തുമെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്ന് മനുഷ്യക്കും നമ്മൾ തളരും. ദൈവത്തിന് സ്തോത്രം. എന്നും പറയാതുപോലെ നമ്മൾ മനുഷ്യരാണ്, നമ്മളിൽ കുറവുകളുണ്ട്, നമ്മൾ വീക്ക്നെസ് ഉണ്ട്, ബലഹീനങ്ങളുണ്ട്, നമ്മൾ തളർന്നു പോകും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിഷയങ്ങൾ വരുമ്പോൾ അല്പസമയം ചിന്തിച്ചിട്ട് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ദൈവത്തിൽ വായിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ദൈവജനത്തെ ദർശനം മുഴങ്കാൽ മടക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്ല, ഞാൻ ഒരിക്കലും കുറ്റം പറയുകയില്ല. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് എതിർ വരുന്ന പ്രതികൂലങ്ങളും ശോധനകളും അതൊക്കെ നാം തന്നെ കൈകാര്യം ചെയ്യാതെ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അങ്ങനെ ആയി തീരട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, ചലഞ്ചസ് കടന്നു വരുമ്പോൾ ഒക്കെ, പ്രയാസങ്ങളെല്ലാം കടന്നു വരുമ്പോൾ നമ്മൾ തന്നെ അതിനെല്ലാം പരിഹരിക്കാൻ നോക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ശക്തിയിൽ അതെല്ലാം അതിനൊന്ന് നീക്കുപോക്ക് വരുത്താനും അതെല്ലാം അത് ശരിയാക്കി എടുക്കാനൊക്കെ നമ്മൾ തന്നെ നോക്കും. ഹല്ലേലൂയ. ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. ഹല്ലേലൂയ.
അന്നേരം എനിക്ക് പറയാനുള്ളത്, നമ്മളെ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി പൂർണ്ണമായിട്ടും ലഭിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പം നമുക്ക് ചിലപ്പോൾ അന്നേരം തന്നെ ലഭിച്ചിരുന്നിരിക്കുന്നില്ല, ചിലപ്പോൾ നാളുകളായി പ്രാർത്ഥിക്കേണ്ടി വരും, ചിലപ്പോൾ വർഷങ്ങളായി പ്രാർത്ഥിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സമയത്ത് ആ പ്രവൃത്തി നടന്നിരിക്കും. ദൈവത്തിൻ്റെ മഹത്വം. കർത്താവ് പറയുന്നു, നിൻ്റെ ഭാരം നിങ്ങളുടെ ഭാരങ്ങളെ യഹോവയിൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. കർത്താവ് നമ്മളെ പുലർത്തും എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പ്രയാസങ്ങളെല്ലാം കടന്നു വരുമ്പോൾ ഇതൊരു ചെറിയൊരു സിമ്പിൾ മെസ്സേജ്, ഒരു സിമ്പിൾ മെസ്സേജാണ്. കടന്നു വരുമ്പോൾ ഞാൻ പറയും, നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ, നമ്മൾ തന്നെ ആശ്രയിക്കാതെ, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് നമ്മുടെ വിഷയങ്ങൾക്ക് നമുക്ക് പരിഹാരം കണ്ടെത്താം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. യുദ്ധം നമുക്കുള്ളതല്ല, യുദ്ധം ദൈവത്തിനുള്ളതാണല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വരുന്ന എല്ലാത്തിനെയും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ നമ്മുടെ കർത്താവ് നമുക്കുണ്ടെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഞാൻ പറയുന്ന പോലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോൾ കർത്താവ് നമുക്ക് യുദ്ധം ചെയ്ത് അതിന്മേൽ ദൈവപ്രവൃത്തി കർത്താവ് നമുക്ക് തരുമെന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. ആമേൻ, ആമേൻ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തെ കാത്തിരിക്കുന്ന ആരും നശിക്കത്തില്ല. ഹല്ലേലൂയ. പ്രത്യാശയോടെ വചനത്തിൽ ആശ്രയിച്ച്, യഹോവയിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാനും നിങ്ങൾ ഒരിക്കലും നശിക്കത്തില്ലെന്നേ. നമ്മുടെ യേശു രക്ഷിപ്പാൻ മതിയാവനാണ്. നമ്മുടെ യേശു, നമ്മുടെ ജീവിക്കുന്ന ദൈവം വിടിവിപ്പാൻ മതിയാവനാണ്, വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമ്മളെ രക്ഷിക്കാനും നമ്മളെ വിടിവിപ്പാനും നമുക്ക് നമ്മുടെ കർത്താവിന് കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആമേൻ, ആമേൻ പറയണം. നമ്മൾ എന്തെങ്കിലും വചനങ്ങൾ എടുക്കുന്നില്ല, അതിന് നമ്മൾ ഇപ്പോൾ ആരെങ്കിലും നമ്മളൊരു വചനം പറഞ്ഞ് നമ്മൾക്കൊരു വചനം പറഞ്ഞു തന്നാൽ വചനത്തോട് നമ്മൾ ആശിക്കും, നമ്മൾ ആ വചനത്തോട് ആമേൻ പറയാം. എഗ്രിമെൻറ്റ് ചെയ്യണം. അതൊരു പവർഫുൾ വേർഡാണ്. എഗ്രിമെൻറ്റ് ചെയ്യുമ്പോഴാണ് അത് നമുക്കത് ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ ഇടയാക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പിന്നെ ഉത്തരം കിട്ടാതെയൊക്കെ നമ്മൾ വ്യാകുലപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. അപ്പം അങ്ങനെ വ്യാകുലപ്പെടുന്ന വിഷയത്തിന്മേലായിരിക്കുന്ന എന്നെയും നിങ്ങൾക്കെല്ലാം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ യേശുവെ ഒന്ന് വിളിക്കാവോ? യേശുവെന്ന് വിളിക്കാവോ? എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തെ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു, സമാധാനമില്ലാത്ത സിറ്റുവേഷൻ, ഉറക്കമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമെങ്കിൽ നിങ്ങൾ യേശുവെ ഒന്ന് വിളിക്കാവോ? യേശുവെ എന്ന് വിളിച്ചാൽ യേശു നിങ്ങളോട് ഓടി വരും. യേശു നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി തരും. യേശു നിങ്ങളുടെ വിഷയങ്ങൾക്ക് വിടുതൽ തരും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് എല്ലാത്തിനും ഉത്തരം തരുവാൻ യേശു ക്രിസ്തു വിശ്വസ്തനാണ് എന്നാണ് എനിക്ക് മെസ്സേജിലൂടെ ഇങ്ങോട്ട് പറയാനുള്ളത്. അത് നമുക്ക് വരുന്ന എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മൾ തന്നെ നമ്മളെ ചുമലിൽ കൊണ്ട് നടക്കാതെ സർവശക്തനായ കർത്താവിൻ്റെ കരത്തിലേക്ക് നമുക്ക് 100% വിട്ടുകൊടുക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചിലരെല്ലാം വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളായിരിക്കാം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവഹിതമാണെങ്കിൽ ദൈവത്തിൻ്റെ സമയത്ത് നമുക്ക് മറുപടി ലഭിക്കും. ഹല്ലേലൂയ. നമ്മളതും വെച്ചുകൊണ്ട് ഇങ്ങനെ ഭാരപ്പെട്ട് ദുഃഖിച്ച് നടക്കേണ്ടത്. നമ്മുടെ ദൈവമക്കളായ എല്ലാവരും ചിരിച്ചുകൊണ്ടും സന്തോഷത്തിൽ എപ്പോഴും ആയിരിക്കണം. ഒരു ഉദാസീനതയായ ഒരു മുഖത്തോടെ അല്ല, എപ്പോഴും സന്തോഷിച്ച് ഒരു പുഞ്ചിരിയോടെ എൻ്റെ കർത്താവ് എന്നോട് കൂടെ, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ യേശു എനിക്ക് വേണ്ടി എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം തരും, എൻ്റെ യേശു എന്നെ പുലർത്തും, എൻ്റെ വിഷയങ്ങൾ യേശുവിലോട്ട് കൊടുത്താൽ മതി എന്നൊക്കെ ചിന്തിച്ച് വിശ്വസിച്ച് സന്തോഷിച്ച് എപ്പോഴും ഒരു സന്തോഷമുള്ളവരെ എനിക്ക് നിങ്ങൾക്കുമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ നിങ്ങളെ കാണുന്ന മറ്റുള്ളവർ പറയട്ടെ, ഇവരിൽ അയ്യോ യേശു വിശ്വസിക്കുകയും ദൈവമക്കളെന്ന് പറഞ്ഞ് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവരും പറയട്ടെ, ഹല്ലേലൂയ, ഇവർ ദൈവമക്കളാണല്ലോ, അവരിൽ എന്തോ ഒരു പ്രത്യേക സന്തോഷമുണ്ട്, ഒരു ദൈവീയ ഒരു സാന്നിധ്യമുണ്ട് എന്നൊക്കെ പറയാൻ ഇടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ താമസിക്കുന്ന ഭവനത്തിൽ ഒരു ദൈവീയ സാന്നിധ്യം, എപ്പോഴും ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടെന്നെല്ലാം പറയാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അതിൻ്റെ വചനം വായിക്കുന്നു, നിന്റെ ഭാരം, എൻ്റെയും നിൻ്റെയും ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ. അവൻ എന്നെയും നിന്നെയും പുലർത്തും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളിലുള്ള പ്രതികൂലങ്ങൾ, നമ്മളിലുള്ള രോഗത്തിൻ്റെ കാര്യങ്ങൾ, നമ്മളിലുള്ള സാമ്പത്തിക വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളെല്ലാം നമ്മൾ തന്നെ ചുമന്ന് നമ്മൾ തന്നെ അതിൽ പരിഹാരം കണ്ടെത്താതെ ഹല്ലേലൂയ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് കർത്താവിനോട് വിട്ടുകൊടുത്ത് ഹല്ലേലൂയ കർത്താവിൻ്റെ പ്രവർത്തിക്കാൻ എനിക്ക് നിങ്ങൾക്കും കാത്തിരിക്കാം. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കാൻ വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ ശക്തി മനുഷ്യൽ ആശ്രയിക്കാതെ, പ്രഭുക്കന്മാർ ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് നമ്മുടെ വിഷയങ്ങളിന്മേൽ ഒരു പരിഹാരം ദൈവം തരുമുള്ള വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം നമുക്കായിരിക്കാം. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് കണ്ണടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം.
ഞങ്ങൾ അതിവാത്സല്യമായ സ്നേഹിക്കുന്ന നല്ല പിതാമിഷ്ട ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന വീണ്ടും സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട രാത്രികൾ ഞങ്ങളെ വിട്ടുപോയി തന്നിരിക്കുന്ന പ്രഭാതം ഈ ശുഭദിനം കർത്താവിൻ്റെ നാമത്തിലേക്ക് ഞങ്ങൾ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ പകൽക്കാലം നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനത്തോട് വീണ്ടും ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവെ. ഞങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങളെല്ലാം കരുതുമ്പോൾ ഞങ്ങൾ തന്നെ ചുമലിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരായിട്ടാണല്ലോ കർത്താവെ. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ വചനം പകൽക്കാലം സംസാരിച്ചു. ഹല്ലേലൂയ. നിന്റെ മേലെ എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തുമെന്നുള്ള കർത്താവിൻ്റെ ഒരു വചനം ഞങ്ങളോട് സംസാരിക്കാനാണ് ദൈവത്തെ കർത്താവെ. ഞങ്ങളുടെ ദുഃഖങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവിലേക്ക് കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഹല്ലേലൂയ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് അത് നീക്കുപോക്ക് കാണുവാനും കർത്താവ് വിശ്വസിപ്പാനും ഉള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുറവുകളെ പരാജയ കർത്താവ് ക്ഷമിക്കണമേ കർത്താവെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ഓരോരുത്തരെയും വീഡിയോ പ്രാർത്ഥന വിഷയങ്ങൾ, ചെറുതും വലുമായ വിഷയങ്ങൾ, രഹസ്യമായ പരസ്യമായ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ സ്വതത്തോടെ ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ കർത്താവിൻ്റെ സമയത്ത് ദൈവപ്രവൃത്തി കണ്ട് ദൈവ വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ ദൈവനാമം മഹത്വപ്പെടുവാൻ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ബഹുമാനവും മഹത്വം എൻ്റെ കർത്താവിനെ തരുന്നു. ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന ദേശങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. സകല ബഹുമാനവും മഹത്വം കർത്താവിന് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പകൽക്കാലം കർത്താവിന്റെ നാമം നമ്മുടെ മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം.